ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നൊരു ബീറ്റ്റൂട്ട് പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വർക്കിംഗ് ഡേ ആണ് കേട്ടോ. അപ്പോൾ കാര്യങ്ങളെല്ലാം ചിലപടി എന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ്. അപ്പോൾ ബീറ്റ്റൂട്ട് ഞാനിത് ചോപ്പ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഞാനവിടെ വേവിക്കാൻ വെച്ചേക്കുകയാണ്. അല്ലാതെ തന്നെ നിങ്ങൾക്കിത് വേണമെങ്കിൽ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനത് ചോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. അതെന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ ഉപ്പേരിക്ക് ആക്കാമെന്ന് വെച്ചെടുത്തതാണ്. പിന്നെ തോന്നി വേണ്ട, ഇത് തൈര് ഇരിപ്പുണ്ടായിരുന്നു, എന്നാൽ പിന്നെ പച്ചടി തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അതങ്ങനെ പച്ചടി ആക്കുമായിരുന്നു. അപ്പുറത്ത് ഞാൻ തക്കാളി ചട്നിക്കുള്ളതാണ് കേട്ടോ ആക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വർക്കുണ്ട്, അപ്പോൾ അന്ന് രാവിലത്തേക്ക് എടുത്തതാണ്. അപ്പോൾ ഒരു കറക്റ്റ് ഒരു ഇതിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എടുത്തതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്കും കൂടി ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ബീറ്റ്റൂട്ട് അത് അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പോഴേക്കും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക്, ജീരകം, പച്ചമുളക്, കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് സ്വല്പം വെള്ളവും കുറച്ച് തൈരും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം കേട്ടോ ബീറ്റ്റൂട്ട്. ഇപ്പോൾ നോക്കിയപ്പോൾ ബീറ്റ്റൂട്ട് നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൂട്ടി യോജിപ്പിക്കാം. നമുക്ക് ആ തേങ്ങയുടെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള സമയം. അത് കഴിയുമ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന നല്ല കട്ട തൈരായിരുന്നു. അപ്പോൾ അതൊന്ന് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് റിവേഴ്സ് അടിച്ചിട്ട്, വല്ലാണ്ട് അങ്ങനെ വെള്ളമാക്കണ്ട, ഒന്ന് റിവേഴ്സ്, കട്ട ഉടയാൻ വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചേർത്ത ഉടനെ തന്നെ ഞാൻ തീ ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അതൊരു പിരിഞ്ഞ പോലെ ആയിപ്പോൾ. ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ ലേശം ഞാൻ കുറച്ച് 1 ടീസ്പൂൺ മധുരം ചേർക്കുന്നുണ്ട്. എനിക്കിത്തിരി മധുരം ഉള്ളത് ഇഷ്ടമാണ്. പിന്നെ നമുക്കത് കടുക് കാച്ചിട്ടിടാം. കടുക്, പിന്നെ ഉണക്കമുളകും, പിന്നെ നമ്മുടെ ഉലുവയും കൂടി ഇട്ടിട്ട് കടുക് കാച്ചുന്നുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.